തൃശ്ശൂർ ജില്ലയിലെ തോടൂർ പഞ്ചായത്തിൽ എടക്കുളത്തൂർ വില്ലേജിലെ പോന്നൂർ ഇടവകയിൽ താമസിക്കുന്നവരാണ്. എൻ്റെ ചേട്ടന് വേണ്ടിയാണ് ഞാൻ സാക്ഷ്യം പറയുന്നത്. കഴിഞ്ഞ ഈസ്റ്ററിൻ്റെ ശനിയാഴ്ച ഈ കുട്ടിക്ക് ഡ്രസ്സ് കൊടുക്കാൻ വേണ്ടി പോയപ്പോൾ തിരിച്ചു വരുന്ന സമയത്ത് ഒരു ലോറിമേൽ ബൈക്ക് ചെന്ന് ഇടിക്കുകയും അബോധാവസ്ഥയിൽ ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെ നാട്ടുകാർ ചേർന്ന് അമല ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു വെന്റിലേറ്ററിൻ്റെ സഹായം കൂടാതെ ചികിത്സിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അവിടുന്ന് വേറൊരു ആശുപത്രിയിലേക്ക് റെഫർ ചെയ്തു. അവിടെ 2 ദിവസം കഴിഞ്ഞു. ഒരു എനക്കുമില്ല, ഒരു സംസാരമില്ല, ഒരു ചലനവുമില്ല. അവിടുത്തെ ഡോക്ടർമാർ പറഞ്ഞു 80% ഇങ്ങനെയുള്ള അവസ്ഥയിൽ തിരിച്ച് രക്ഷപ്പെടുകയില്ല എന്നാണ് പറഞ്ഞത്. അവിടുന്ന് വേറൊരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവിടെ വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെ 12 ദിവസം ചികിത്സയിലായിരുന്നു. അങ്ങനെ 10ാമത്തെ ദിവസം ഞാൻ ചേട്ടനെ കാണാനായിട്ട് ICUയിലേക്ക് പോയപ്പോൾ മാതാവിൻ്റെ രൂപവും തൈലവും കൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലി കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. മാതാവേ, എൻ്റെ ചേട്ടനൊരു പോറൽ പോലും എടുക്കാതെ വരികയാണെങ്കിൽ ഞാൻ കൃപാസനത്തിൽ മാതാവിൻ്റെ അവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് ഞാൻ പറഞ്ഞു. ശ്വസിക്കാൻ വേണ്ടി കഴുത്തിൽ തുടച്ച് പൈപ്പൊക്കെ ഇട്ടിട്ടാണ് ചികിത്സയായിരുന്നത്. വെന്റിലേറ്ററിലോട്ട് സഹായത്തോടെ കിടക്കുകയായിരുന്നു. 10ാമത് സംബോധം വന്നു. ഇപ്പോൾ യാതൊരു അപകടം കൂടാതെ ചേട്ടൻ എനിക്ക് തിരിച്ചു തന്നു. കാരുണ്യ പ്രവർത്തികൾ പേപ്പർ വിതരണം ചെയ്യലും ദരിദ്രരെ സഹായിക്കാറുണ്ട്. പരിശുദ്ധ അമ്മയ്ക്കും തിരുമാരും 1000 നന്ദി. മത്തായിയുടെ സുവിശേഷം